വയനാട് വിഷൻ മിന്റുമാൾ സ്മാർട്ട് സിംഗർ 2K25. 50-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഓഡിഷൻ റൗണ്ടിൽ നിന്നും ഏറ്റവും മികച്ച 20 ഗായകർ മിന്റുമാൾ സ്മാർട്ട് സിംഗറിന്റെ മെഗാ ഫിനാലെ വേദിയിലേക്ക്. മലയാള സംഗീതാസ്വാദക മനസ്സിൽ കുളിർമഴ പെയ്യിച്ച മലയാള സംഗീതത്തിന്റെ രാജശില്പി ദേവരാജൻ മാസ്റ്റർ ഈണം പകർന്ന ഗാനങ്ങളുടെ ആദ്യ റൗണ്ടിൽ മത്സരിക്കാൻ എത്തുന്നത് വയനാട്ടിലും വയനാടിന് പുറത്തുനിന്നും സംഗീത പ്രതിഭകൾ. ഇനി ആലാപന മാധുര്യം തീർത്ത് ഗായകന്മാരുടെ സംഗീത സന്ധ്യ. എല്ലാ സംഗീത പ്രേമികൾക്കും കൗമാര പ്രതിഭാ സംഗീത പോരാട്ടത്തിലേക്ക് സ്വാഗതം. വയനാട് വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും നന്മയുടെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ 1000 പൊന്നോൺ ആശംസകൾ നേരുകയാണ്. ഇത്തവണത്തെ നമ്മളുടെ ഈ ഒരു വലിയ ഓണാഘോഷം സംഗീത സാന്ദ്രമാക്കി മാറ്റുന്നതിനായിട്ട് നമ്മുടെ വയനാട് വിഷൻ ചാനലും വയനാടിന് ഒരു മാൾ സംസ്കാരം പരിചയപ്പെടുത്തിയ മിന്റ്മാൾ സുൽത്താൻ ബത്തേരിയും ചേർന്നൊരുക്കുന്ന വയനാട് വിഷൻ മിന്റ്മാൾ സ്മാർട്ട് സിംഗർ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വയനാട് വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹനിർഭരമായ സ്വാഗതം. ഓഗസ്റ്റ് 9 നടന്ന ഒരു വലിയ ഓഡിഷൻ പ്രോസസ്സിന് ശേഷം നമ്മൾ തിരഞ്ഞെടുത്ത 20 പ്രതിഭകളാണ് ഇന്നിവിടെ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. ഏറ്റവും മികച്ച കുറച്ച് ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഷോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വയനാട്ടിലെ ഏറ്റവും ജനപ്രിയ ഷോയായിട്ട് മാറുന്നതിനായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വയനാട് വിഷൻ മിന്റ്മാൾ സ്മാർട്ട് സിംഗറിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. 3 റൗണ്ടുകളിലായിട്ടാണ് നമ്മുടെ പ്രതിഭകൾ ഇന്ന് ഇവിടെ മാറ്റുരയ്ക്കാൻ പോകുന്നത്. ഈ ഓണനാളുകളിൽ നിങ്ങളുടെ സ്വീകരണ മുറികളെ സംഗീത സാന്ദ്രമാക്കി മാറ്റുന്നതിനായിട്ട് നല്ല നല്ല പാട്ടുകളുമായിട്ട് ഇവരെല്ലാവരും എത്തുന്നുണ്ട്. അപ്പം നമ്മളിനി വെയിറ്റ് ചെയ്യേണ്ട, മത്സരങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഫൈനലിൽ ഇവിടെ നമ്മളുടെ കുട്ടികളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയ വിധികർത്താക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് കലാകേരളത്തിൻ്റെ ഒരു അഭിമാന കലാകാരിയാണ് ശ്രീലക്ഷ്മി വിനീഷ്. ശ്രീലക്ഷ്മി വിനീഷ് ഗായികയും വീണാ കലാകാരിയും അവതാരകയും ചാർട്ടേഡ് എഞ്ചിനീയറും വാല്യൂവറും കൂടിയാണ് ശ്രീലക്ഷ്മി. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന് 4-ാം വയസ്സിൽ തന്നെ കർണാടക സംഗീത പഠനം ആരംഭിച്ചു. പ്രശസ്തരായ കാവാലം നാരായണ പണിക്കർ, MG രാധാകൃഷ്ണൻ എന്നിവരുടെ പ്രിയപ്പെട്ട ശിഷ്യ. അമൃത TV റെഡ് കാർപ്പറ്റ് ഫെയിം കൂടിയാണ്. ആകാശവാണി ലൈവ് മ്യൂസിക് ആർട്ടിസ്റ്റും യുവവാണി അനൗൺസറും കൂടിയാണ് ശ്രീലക്ഷ്മി വിനീഷ്. സംസ്ഥാന യുവജനോത്സവത്തിൽ വീണാ വിഭാഗത്തിൽ തുടർച്ചയായി 4 വർഷങ്ങളിലെ വിജയി. KJ യേശുദാസ് പാടിയ സിനിമാ ഗാനങ്ങൾക്കുൾപ്പെടെ നിരവധി സിനിമകൾക്കും പരസ്യങ്ങൾക്കും ആൽബങ്ങൾക്കും വീണാവാദനം നടത്തിയിട്ടുണ്ട്. വിൻ ആൻഡ് ദ ബാൻഡിൽ വീണാ കലാകാരിയും ഗായികയും. ഇന്ത്യയിലും വിദേശത്തുമായി KS ചിത്ര, M ജയചന്ദ്രൻ, അനൂപ് ശങ്കർ എന്നിവരെ പോലെയുള്ള പ്രശസ്ത സംഗീതജ്ഞർക്കൊപ്പം നിരവധി മ്യൂസിക് ഷോകളും വോക്കോ വീണ കോൺസേർട്ടുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. സംഗീതവും എഞ്ചിനീയറിംഗും ഒരുപോലെ ചേർത്ത് മുന്നേറുന്ന പ്രതിഭാശാലിയായ കലാകാരി ശ്രീലക്ഷ്മി വിനീഷിന് വയനാട് വിഷൻ മിന്റുമാൾ സ്മാർട്ട് സിംഗർ 2K25ന്റെ ജഡ്ജിംഗ് പാനലിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഓക്കെ, ശ്രീലക്ഷ്മി വിനീഷ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ്. അപ്പം ഞങ്ങളുടെ നാടിൻ്റെ ഒരു സ്നേഹം ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. വലിയ സന്തോഷം. അപ്പോൾ നമ്മളുടെ ഈ കുട്ടികളെയൊക്കെ വിലയിരുത്താൻ വേണ്ടി ഇവിടെ എത്തിയെന്നുള്ളതിലുള്ള സ്നേഹം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എന്താണ് പറയാനുള്ളത്, പ്ലീസ്? എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി ഓണം. നമ്മളിവിടെ ഒരു ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇതിനിവിടെ കാണുന്ന ഒരു മത്സരമായിട്ട് കാണണ്ട. നമുക്ക് ഒരുമിച്ച് ഓണം ആഘോഷിക്കാനും ഒരു ഗെറ്റ് ടുഗെദർ പോലെ സന്തോഷത്തോടെ നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റേജിൽ നല്ല പാട്ടുകളൊക്കെ പാടി നമുക്ക് ഒരുമിച്ച് കൂടാം.
ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മത്സരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഒരു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ലതായിട്ട് തന്നെ പെർഫോം ചെയ്യുക. പഠിച്ച പാട്ടുകൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എത്തിച്ചേരാൻ എന്നെ സജസ്റ്റ് ചെയ്ത ധനീഷ് ഏട്ടനും എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി. ഇനി ഒരാൾ കൂടിയുണ്ട്. പുള്ളി ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു പുലിയാണ്. ഒരുപാട് ഷോകൾ ഇന്ത്യയിലും വിദേശത്തൊക്കെ ആയിട്ട് ഒരുപാട് ഷോകൾ. അതിൻ്റെ തിരക്കിനിടയിൽ നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ നമ്മളോടുള്ള സ്നേഹം കാരണം, വയനാട് വിഷനോടുള്ള സ്നേഹം കാരണം മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തി നമ്മളുടെ കുട്ടികളുടെ ഒരു പ്രകടനത്തെ ഇന്ന് വിലയിരുത്താൻ പോകുന്ന ജഡ്ജ് മിസ്റ്റർ അതുൽ പ്രഭാകർ. അതുൽ പ്രഭാകർ 7-ാം വയസ്സിൽ കീബോർഡ് പഠനം ആരംഭിച്ചു. 10 വയസ്സ് മുതൽ സ്വീറ്റ് മെലോഡീസ് എന്ന ഡിവോഷണൽ ഗ്രൂപ്പിൽ വിവിധ വേദികളിൽ കീബോർഡ് പിന്നണി വായിക്കാൻ ആരംഭിച്ചു. 16-ാം വയസ്സിൽ ഇൻഫെർനോ എന്ന വെസ്റ്റേൺ ബാൻഡിൽ ബാസ് ഗിറ്റാറിസ്റ്റായി. 2009-ൽ ചെന്നൈ അൺവൈൻഡ് സെന്റർ നടത്തിയ ബാറ്റിൽ ഓഫ് ബാൻഡ്സിൽ ബെസ്റ്റ് ബസിസ്റ്റ് അവാർഡ് ലഭിച്ചു. ലണ്ടൻ ട്രിനിറ്റി കോളേജിന്റെ ക്ലാസിക് ഗിറ്റാറിൽ ഗ്രേഡ് എക്സാം പാസ്സായി. സ്റ്റിക്ക് ആൻഡ് സ്ട്രിങ്സ് എന്ന മ്യൂസിക് സ്കൂൾ നടത്തിവരുന്ന അതുൽ പ്രഭാകർ അവിടെ ലണ്ടൻ ട്രിനിറ്റി കോളേജിന്റെ റോക്ക് ആൻഡ് പോപ്പ് ഗ്രേഡ് എക്സാം ട്രെയിനിങ്ങും കൊടുത്തുവരുന്നു. സീ കേരളം ചാനലിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുവരുന്ന സരിഗമപ സീസൺ 3-ൽ ബാസ് ഗിറ്റാറിസ്റ്റായി തുടരുന്നു. വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ, ഹരിചരൺ എന്നിവർക്കൊപ്പം ബെന്നറ്റ് ആൻഡ് ദ ബാൻഡിൽ കഴിഞ്ഞ 4 വർഷമായി ബാസ് ഗിറ്റാറിസ്റ്റായി പ്രവർത്തിക്കുകയാണ്. പ്രശസ്ത പിന്നണി ഗായകൻ അനൂപ് ശങ്കറിന്റെ ബാൻഡിലും ബാസ് ഗിറ്റാറിസ്റ്റാണ് അതുൽ പ്രഭാകർ. വയനാട് വിഷൻ മിൻറ്റുമാൾ സ്മാർട്ട് സിംഗർ 2K25ന്റെ ജഡ്ജ്മെന്റ് പാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഓക്കെ അതുൽ ബ്രോ, വലിയ സന്തോഷം. ശ്രീലക്ഷ്മിയോട് പറഞ്ഞ പോലെ തന്നെ ഇത്രയും തിരക്കിനിടയിൽ നമ്മൾ കണ്ടതൊക്കെ ലെജൻസ് ആണ്. അവരുടെ കൂടെ പെർഫോം ചെയ്യുന്ന ഒരു തിരക്കിനിടയിൽ ഇവിടെ എത്തിയെന്നുള്ളതിലാണ് വലിയ സന്തോഷം. എന്താണ് പറയാനുള്ളത് നമ്മളുടെ കുട്ടികളോടും പ്രേക്ഷകരോടും? പ്ലീസ്. ഇത്രയും നല്ലൊരു റിയാലിറ്റി ഷോ എന്ന് തന്നെ പറയാം. അതിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഒരു 20 വളരെ ഭംഗിയായി പാടുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നോക്കാം നമുക്ക് എത്രത്തോളം. ഒരു വലിയൊരു ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് ഇത്ര 20 നല്ല കുട്ടികളെ ഇവർ സെലക്ട് ചെയ്തതെന്നാണ് പറയണത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി ഓണം. അടിപൊളിയായിട്ട് പാടുക, ഒന്നും നോക്കണ്ട, നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ അതുൽ ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ജഡ്ജസ് എല്ലാവരും റെഡിയാണ്. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും റെഡിയാണ്. അവർ ഓണം ആയതുകൊണ്ട് ആ ഒരു മലയാളി തനിമയോട് കൂടിയിട്ടാണ് വേദിയിൽ എത്താൻ പോകുന്നത്. നല്ല നല്ല പാട്ടുകൾക്കൊപ്പം ഈ ഓണം നമുക്ക് ആസ്വദിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് വയനാട് വിഷൻ മിൻമോൾ സ്മാർട്ട് സിംഗർ. അപ്പോൾ നമ്മുടെ ജഡ്ജസ് റെഡിയാണ്, മത്സരാർത്ഥികൾ എല്ലാവരും റെഡിയാണ്. ഇനി മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 3 റൗണ്ടുകളിലായിട്ടാണ് ഈ ഗ്രാൻഡ് ഫിനാലെ പോരാട്ടം ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ദേവരാജ സംഗീതം റൗണ്ടാണ്. ദേവരാജൻ മാഷിൻ്റെ ഏറ്റവും മികച്ച ഗാനങ്ങളാണ് കുട്ടികൾ ഇവിടെ ആലപിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ സ്നേഹപൂർവ്വം ഒരു 6 പേരെ മാറ്റി നിർത്തും. പിന്നെ നമുക്ക് 14 പേരാണ് ഉണ്ടാവുക. അവർക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ പാടാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കും. അതാണ് സെക്കൻഡ് റൗണ്ട്, യുവർ ചോയ്സ് റൗണ്ട്. ആ റൗണ്ട് കഴിയുന്നതോട് കൂടിയിട്ട് 8 പേരെ നമ്മൾ സ്നേഹപൂർവ്വം മാറ്റി നിർത്തും. പിന്നീടുള്ള 6 പേർ അവരാണ് ഏറ്റവും മികച്ച മത്സരാർത്ഥികളായിട്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുക. അതിൽ നിന്ന് ആ 6 പേരിൽ നിന്നാണ് അന്തിമ വിജയികൾ ഉണ്ടാവുന്നത്. അവരാലപിക്കുന്നത് സെമി ക്ലാസിക്കൽ റൗണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആരംഭിക്കുന്നത് ദേവരാജ സംഗീതം.
അപ്പോൾ ദേവരാജ സംഗീതത്തിലേക്ക് നമുക്ക് പോവാം. ഇനി നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിൽ ആരാണ് ആദ്യം വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവരും ആ ഒരു ആകാംക്ഷയിലാണ്. ആ ആകാംക്ഷ മാറ്റുന്നതിനായിട്ട് അത് ബ്രേക്ക് ചെയ്യുന്നത് നമ്മുടെ ജഡ്ജസ് ആണ്. അവരവിടെ ഒരു ബോക്സ് ഉണ്ട്, അതിൽ നിന്ന് അവരൊരു നറുക്കെടുക്കും. ഒരു നറുക്കെടുത്തതിന് ശേഷം ഒരു നമ്പർ ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനാവോ ആദ്യം എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ് ഇവർക്ക്. അപ്പോൾ ആ ടെൻഷനൊന്നും വേണ്ട, നമുക്ക് വളരെ കൂളായിട്ടിരിക്കുക. ആര് വന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആരാണ് ആദ്യം വരണമെന്നുള്ളത് നോക്കാം. ശ്രീലക്ഷ്മി പ്ലീസ്. ആദ്യം ഈ ഒരു റിയാലിറ്റി ഷോന് തുടക്കം കുറിക്കുന്ന സിംഗർ നമ്പർ 19 അവനിജ. അവനിജ പുരുഷോത്തമൻ, കോഴിക്കോട് ജമോറിൻസ് ഗുരുവായൂരപ്പൻ കോളേജ് ബികോം ആദ്യവർഷ വിദ്യാർത്ഥി. മീനങ്ങാടി പുരുഷോത്തമൻ രഞ്ജിത ദമ്പതികളുടെ രണ്ടാമത്തെ മകൻ. അവനിജയ്ക്ക് ഈ സംഗീതവേദിയിലേക്ക് സ്വാഗതം. അവനിജ പ്ലീസ്. അവനിജയാണ് കേട്ടോ ആദ്യത്തെ ഭാഗ്യവതി എന്ന് പറയുന്നത് അവനിജയാണ്. അവനിജ പ്ലീസ് കം. അവനിജയ്ക്ക് ഭയങ്കര പനിയാണ്, അതുകൊണ്ടാണ് ചിലർ വിചാരിക്കുക എന്താണ് അവനിജ ഒരു സന്തോഷമില്ലാതെ കുറച്ച് മുഖത്ത് ക്ഷീണമൊക്കെ ഉള്ള പോലെയാണല്ലോ എന്ന്. അല്ലേ, എത്ര ഡിഗ്രി ഉണ്ട് ഇപ്പൊ പനി? നോക്കിയോ? കാണിച്ചില്ല. നമ്മൾ ഫൈനലിൽ മത്സരിക്കാനുള്ളത് കൊണ്ട് വേറെ ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയിട്ടില്ല. അപ്പോൾ അവനിജ നല്ലൊരു ഗായികയാണ്, പ്രൊഫൈലൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഓണപ്പനി ആയിപ്പോയി എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേവരാജ സംഗീതത്തിൽ ഏത് പാട്ടാണ് മോള് പാടാൻ പോകുന്നത്? എല്ലാവർക്കും ഇഷ്ടമുള്ള ദേവി കന്യാകുമാരിയിലെ പാട്ടാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഈ നല്ല ഗാനത്തോട് കൂടിയിട്ട് നമ്മളുടെ ആ ഒരു റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അവനിജ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. കുമാരനായി അന്ന് നിന്റെ
അവനിജ നല്ല സൂപ്പറായിട്ട് പാടിയിട്ടോ. പനി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പാടുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നമ്മുടെ തുടക്കമാണ്. അപ്പോൾ അവനിജ വലിയ പനിയാണ്, സംസാരിക്കുമ്പോൾ വരെ വളരെ ബുദ്ധിമുട്ടിയാണ് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു പനി കുറച്ചുള്ളത് നല്ല, ഓഡീഷനേക്കാൾ നന്നായിട്ട് ഇവിടെ ഇന്ന് പാടി എന്നൊക്കെ പലരും പറയണത് കേട്ടു. പക്ഷെ അവർ പറയുന്നത് നമ്മൾ പറയുന്നതൊന്നുമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അതല്ല, ജഡ്ജസ് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്, അതിനാണ് വാല്യൂ എന്ന്. പക്ഷെ ഇപ്പം അവർ പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളെല്ലാവരും പാടിയതിന് ശേഷം ആ 8 പേരെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്നേഹപൂർവ്വം മാറ്റി നിർത്തുന്ന സമയത്താണ് ഈ പാട്ടിൻ്റെയൊക്കെ ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി പാടാൻ ഇനി സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് റിലാക്സ് ചെയ്യുക, നന്നായിട്ട് എന്തെങ്കിലും തൊണ്ടയൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യുക. വിചാരിച്ച പോലെയൊക്കെ പാടാൻ പറ്റിയോ? അത്ര നന്നായിട്ട് പാടാൻ പറ്റിയില്ല, കുഴപ്പമില്ല, അടുത്തതിലും നന്നായിട്ട് പാടാം. ഓക്കെ. അടുത്ത കണ്ടസ്റ്റന്റ് നമ്പർ 6 ഹരിനന്ദൻ. MS ഹരിനന്ദൻ സുൽത്താൻ ബത്തേരി അസംഷൻ ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി. സുൽത്താൻ ബത്തേരി മുണ്ടപ്പള്ളിൽ സലിമോൻ അനു ദമ്പതികളുടെ ഇളയ മകൻ. ഹരിനന്ദന് മിന്റുമാൾ സ്മാർട്ട് സിംഗർ സംഗീതവേദിയിലേക്ക് സ്വാഗതം. ഹരിനന്ദൻ, എന്താ വിശേഷം? സുഖല്ലേ? അന്ന് ഓഡിഷൻ കഴിഞ്ഞ് പോയതാണ്. ഓഡിഷന് ഇവിടെ വന്ന് തകർത്ത ഒരു കുട്ടിയാണ് ഹരിനന്ദൻ. ഇപ്പോഴാണ് ഇനീഷ്യൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഒരു സംഗീത ഇനീഷ്യലാണ്. എം എസ് സുബ്ബലക്ഷ്മി, MS വിശ്വനാഥൻ അല്ലേ, MS ഹരിനന്ദൻ. അപ്പോൾ മോനിപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പോൾ 8th. ഏത് സ്കൂളിലാണ്? ഓണായിട്ട് കോസ്റ്റ്യൂമൊക്കെ നന്നായിട്ട്. ടെൻഷൻ ഉണ്ടോ എനിക്ക്? ഇല്ല, എപ്പോഴും ഒരു ഭാവമാണ്, സ്ഥായി ഭാവം. ഏത് പാട്ടാണ് മോൻ പാടണ? ഏത് പാട്ടാണ് പറയൂ? ദേവി കന്യാകുമാരി. ആ പാട്ടാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സൂപ്പറായിട്ട് തന്നെ പാടുക. എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്.
ഹരിനന്ദൻ സൂപ്പർ ആയിരുന്നു കേട്ടോ. നല്ല മോൻ നല്ല ബേസുള്ള ആളാണെന്നാണ് തോന്നുന്നത്. ഒരു ഇരുത്തം വന്ന പാട്ടുകാരനെ പോലെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അന്നും അതെ ഇന്നും അതെ. അപ്പൊ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോവോ? അറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം പ്ലീസ്. ഓക്കെ, നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റ് ആരാന്നുള്ളത് നോക്കാം. 2 പ്രാവശ്യം ഇപ്പൊ ശ്രീലക്ഷ്മി ആയിരുന്നു. ഇനി അതുൽ പ്ലീസ്. നമ്പർ 7 ദേവപ്രിയ. ദേവപ്രിയ വിനോദ്, ദേവഗിരി KMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ BSc സൈക്കോളജി 3ാം വർഷ വിദ്യാർത്ഥി. താമരശ്ശേരി നടുവീട്ടിൽ വിനോദ് കുമാറിൻ്റെയും ഷൈമയുടെയും 2ാമത്തെ മകൾ. ദേവപ്രിയ വിനോദിന് വയനാട് വിഷൻ മിന്റുമാൾ സ്മാർട്ട് സിംഗർ 2K25 ദേവരാജ സംഗീത റൗണ്ടിലേക്ക് സ്വാഗതം. ദേവപ്രിയ, ഹാപ്പി ഓണം. എന്നോട് മാത്രമല്ല, എല്ലാവരും കേൾക്കട്ടെ, പറയൂ. ഹാപ്പി ഓണം. ഇപ്പൊ നല്ല കോസ്റ്റ്യൂമൊക്കെ ഒരു മലയാള തനിമയോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഓഡീഷനൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്നിവിടെ ഇങ്ങനെ വരാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ശരിക്കും അന്ന്? ഇല്ലായിരുന്നു, എല്ലാവരും നല്ല അടിപൊളിയായി പാടുന്നുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിട്ടില്ല, കിട്ടിയപ്പോ സന്തോഷം. എന്തായാലും ഇപ്പൊ ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ ദേവരാജ സംഗീതത്തിൽ ഏത് പാട്ടാണ് പാടി തുടങ്ങുന്നത്? ഉജ്ജയിനിയിലെ ഗായിക. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു പാട്ടാണ്. ഇപ്പൊ ദേവപ്രിയ എങ്ങനെ പാടുന്നു എന്ന് നമുക്ക് നോക്കാം. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു
ദേവപ്രിയ നല്ല സൂപ്പറായിട്ട് പാടി നമ്മളെ ഏതോ ഒരു ലോകത്തിലേക്ക് കുറച്ച് സമയത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയൊരു ഫീലായിരുന്നു. അതിമനോഹരമായിരുന്നു. ഇനിയിപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇനി അവരാണ് തീരുമാനിക്കേണ്ടത്. അതിന് പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഓക്കെ, വെയിറ്റ് ചെയ്യാം.